ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആനക്കല്ല് അംഗനവാടിക്ക് മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമില്ലാത്തതിനാൽ കുട്ടികളും ജീവനക്കാരും ദുരിതത്തിലായി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച അംഗനവാടി കെട്ടിടത്തിന് വേസ്റ്റ് കുഴി നിർമ്മിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒക്ടോബർ മാസം ആദ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത അംഗനവാടിയാണ് കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാകുന്ന വിധം മാലിന്യ നിർമ്മാർജ്ജനം സംവിധാനമില്ലാത്തത്. 3 പതിറ്റാണ്ട് കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ചോക്കാട് പഞ്ചായത്തിലെ ആനക്കല്ല് അംഗനവാടിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചോലശ്ശേരി മമ്മു സൌജന്യമായി വിട്ടു നൽകിയ 4 സെന്റ് സ്ഥലത്ത് 30 ലക്ഷത്തോളം രൂപ ചിലവിലാണ് അംഗനവാടി നിർമ്മിച്ചത്. സാധാരണ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന കാര്യമായ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമില്ല. 20-ലേറെ കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയിൽ മാലിന്യ പ്രശ്നം കാരണം കുട്ടികൾ വരുന്നത് കുറവാണ്. വാടക കെട്ടിടത്തിൽ നിന്ന് മോചനമായത് വലിയ ആശ്വാസമാണ്. എന്നാൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ബാലവാടി കഴിഞ്ഞ മാസം ഉദ്ഘാടനം കഴിഞ്ഞ ബാലവാടിയാണത്. ഒരു അടിസ്ഥാന സൗകര്യം ഒന്നും ചെയ്യാതെയാണ് ഇത് ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നത്. ഒരു ഇലക്ഷൻ പ്രമാണിച്ച് മുൻകൂട്ടി കണ്ട് ചെയ്ത പോലെ വെറുതെ ഉദ്ഘാടനം കഴിച്ച് പോയി എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തത്. ഇത് കണ്ടില്ലേ, ബാത്റൂമത്തെ ഈ കിച്ചണത്തെ വേസ്റ്റാണിത്. ബാത്റൂമത്തെ വേസ്റ്റ് അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പോരാത്തിന് ഇതാണ് ആദ്യം ചെയ്യേണ്ട പണി. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഓൽക്ക് കായിട്ടുന്ന പണി മേലെ കണ്ടാണ് സീറ്റ് ഇടുന്നത്. അയിമാകുമ്പോൾ ഓർക്ക് 10 റുപ്യ മാറി കിട്ടും. അത് കണ്ട് അത് മാത്രം ആദ്യം ചെയ്യുക. ഇതൊന്നും ചെയ്യണില്ല. ഒരു കറണ്ട് ഇതിനില്ല, ഒരു വെള്ളത്തിൻ്റെ സൗകര്യം ഇല്ല. ഒക്കെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് പറയാന്നല്ലാതെ ഒന്നും ഇതിന് ചെയ്തിട്ടില്ല. വെറുതെ കുറച്ച് കുട്ടികളെ കയറ്റിങ്ങാണ്ട് അവിടുന്ന് കൊണ്ടുവന്നിരുത്തി. പക്ഷേ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ സ്വർഗ്ഗമാണ്. കാരണം അവിടെ പൊളിഞ്ഞാടാനായ ഒരു ബാലവാടിയിൽ അവിടുന്ന് പോകുന്നതുകൊണ്ട് ഓർക്ക് വലിയ പ്രശ്നമില്ല പോകേണ്ട. പക്ഷെ ഇതുണ്ടെങ്കിൽ ഒരു ഹെൽത്താരോ ഒന്നും ഇതിന് വന്ന് നോക്കാനോ ഒന്നുമില്ല. ഒരു അടിസ്ഥാന സൗകര്യം ഒന്നും ചെയ്യാതെ ഉണ്ടാക്കിയ ബാലവാടി. ഇതിനാണെങ്കിലോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ അനുവദിച്ച ബാലവാടി ഇതാണെന്ന് പറയാൽപ്പോൾ. ആദ്യം 20 ലക്ഷം, പിന്നെ 15 ലക്ഷം, പിന്നെ എത്രയൊക്കെ കൊടുത്തവർക്കും അറിയില്ല, മേടിച്ചവർക്കും അറിയില്ല. അത്രയും ഫണ്ട് അനുവദിച്ച ബാലവാടിന്റെ കോലമായി കിടക്കുന്നത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഉടൻ പരിഹരിക്കുമെന്നും പ്രസിഡന്റ് EP സിറാജ് അറിയിച്ചു. അതേസമയം ആരോഗ്യവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.